ബാറക്കുമോ ഓലം വാധാമിൽ ഓലം മുൽമീനാമി ജയവീര്യത്തോടാ ഉത്തരമുള്ള ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. നേകി ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. ബാറക്കുമോ എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവരായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് എൻ്റെ സഹോദരന്മാരെയും പുതിയൊരു വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മശിഹ കബറിന്നുയർത്തെഴുന്നേറ്റ് തൻ്റെ ശത്രുക്കളെ പിന്നിലോട്ട് അടിച്ചോടിച്ചിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. എൻ്റെ സഹോദരൻ ആദ്യാന്തരന്മാരെ അവനെ സ്തുതിപ്പിൻ. പ്രകാശമുള്ള സ്ഥല നക്ഷത്രങ്ങളുമേ അവനെ സ്തുതിപ്പിൻ. ആകാശങ്ങളുടെ ആകാശങ്ങളും ആകാശങ്ങൾക്ക് മീതെയുള്ള വെള്ളങ്ങളും മാധുര്യമുള്ള കമ്പികളാൽ അവനെ സ്തുതിപ്പിൻ. നാദമുള്ള കൈത്താളങ്ങളാൽ അവനെ സ്തുതിപ്പിൻ. ശബ്ദത്താലും ആർപ്പുളിയാലും അവനെ സ്തുതിപ്പിൻ. തിന്മഹിമാഗമനേ ശിഷ്യന്മാരോടായി നീ ശ്രേഷ്ഠൻ ഓ മറിയാമേ ജീവൻ ലഭിക്കുകയുള്ളൂ. ആശാവർക്കർമാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർ 2 മാസത്തിലധികമായിട്ട് സമരം ചെയ്യുന്നു. നമ്മുടെ വീട്ടമ്മമാരാണ്. അവർക്കൊക്കെ ജീവിതത്തിൽ ചുരുങ്ങിയ ഒരു തുക എങ്കിലും അവരുടെ ജീവസന്ധാരണത്തിന് ഒരു ദിവസം 230 രൂപ കൊണ്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല. അത് 100 രൂപയെങ്കിലും കൂട്ടിക്കിട്ടണമെന്ന് മാത്രം അവരാവശ്യപ്പെടും. പക്ഷേ അതിനെതിരെ മുഖം തിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നടപടി നിശ്ചയമായിട്ടും പുനഃപരിശോധിക്കേണ്ടതാണ്. അത് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും അവർക്ക് പ്രത്യാശ നൽകുമെന്നും ഈ ഉയർത്തെഴുന്നേൽപ്പിൽ നമുക്ക് ആശിക്കാം. മതങ്ങൾ തമ്മിലുള്ളതായ വൈരുദ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ടാകും. മുനമ്പം പ്രദേശത്ത് യാതൊരു ആവശ്യവുമില്ലാതെ സൗഹാർദ്ദമായി മതങ്ങൾ താമസിക്കുന്ന ഒരു കേരളം, ഇവിടെ എന്തുമാത്രം മതങ്ങൾ ഒരേ ഗ്രാമത്തിലുണ്ട്. എല്ലാവരും സൗഹാർദ്ദമായി ജീവിക്കുകയാണ്. ആ സൗഹാർദ്ദമായി ജീവിക്കുന്ന മതങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കുന്നത് ഒരിക്കലും പൈശാചികമല്ലെന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല. അവർക്ക് പ്രത്യാശ ഉണ്ടാവണം. അവർക്ക് ജീവിക്കാനുള്ളതായ സ്വാതന്ത്ര്യം ഉണ്ടാകണം, ശാന്തത ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണം. അതുപോലെ തന്നെ അതിന് ഗവൺമെൻറ് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നുവെങ്കിൽ അവർക്ക് പ്രത്യാശ നൽകുന്ന ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്ദേശം അവർക്കുണ്ടാകും. വനമേഖലകളുമെല്ലാം ഇന്ന് വന്യമൃഗങ്ങളുടെ തടവറയിലാണ്. വനംവകുപ്പിൻ്റെ മന്ത്രി ശ്രമിച്ചാൽ മാത്രമേ അവരെ ശാന്തതയിൽ, സമാധാനത്തിൽ, പ്രത്യാശയിൽ വളർത്തുവാൻ സാധിക്കും. അതിന് തയ്യാറാവണം. വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ പറഞ്ഞ് മതങ്ങൾ തമ്മിൽ, സഭകൾ തമ്മിൽ എല്ലാം വൈരുദ്ധ്യവും വിരോധവും ആകുന്ന തടവറയിൽ കിടക്കുകയാണ്. അവിടെ നിന്ന് സമാധാനം ഉണ്ടാകണം. മലങ്കര സഭയ്ക്കും അതുപോലെ സമാധാനം ഉണ്ടാകണം. വൈരാഗ്യത്തിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും വെറുപ്പിൽ നിന്നെല്ലാം മാറി സത്യം അറിഞ്ഞ് നീതി മനസ്സിലാക്കി സ്നേഹത്തോടുകൂടെ സമാധാനം ഉണ്ടാകുമെന്നുള്ള പ്രത്യാശയാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. ദൈവം തമ്പുരാൻ ഒരു കാലത്ത് നമുക്ക് സമാധാനം നൽകിയതുപോലെ വീണ്ടും സമാധാനത്തിലേക്ക് മലങ്കര സഭ ഒന്നായി പോകുവാൻ തക്കവണ്ണം
മനസ്സിൻ്റെ തടവറയിൽ നിന്ന് നമ്മയൊക്കെ രക്ഷിക്കുവാനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം.